ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സ്കോപ്പ് ഓഫ് സോഷ്യോളജിയുടെ സെക്കൻഡ് പാർട്ടാണ് നോക്കാനുള്ളത്. സിന്തറ്റിക് സ്കൂൾ. രണ്ട് സ്കൂളുകളുടെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഏതൊക്കെയാണ്? ഫോർമലിസ്റ്റിക് ഓർ സ്പെഷ്യലിസ്റ്റിക് സ്കൂൾ ആൻഡ് സിന്തറ്റിക് സ്കൂൾ. ആദ്യത്തെ സ്കൂൾ ഫോർമലിസ്റ്റിക് അല്ലെന്നുണ്ടെങ്കിൽ സ്പെഷ്യലിസ്റ്റിക് സ്കൂളാണ്. അതിനെക്കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് ഈ സെക്കൻഡ് പാർട്ട് കാണും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് സിന്തറ്റിക് സ്കൂളിനെ കുറിച്ചാണ്. എന്താണ് സിന്തറ്റിക് സ്കൂൾ എന്ന് പറയുന്നത്? ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്തിൻ്റെ ഒരു സിന്തസിസ് ആണ്. അപ്പോൾ സിന്തസിസ് ഓഫ് ദ സോഷ്യൽ സയൻസസ് എന്ന് പറയുന്ന ആ ഒരു കീ പോയിന്റ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ ഓർത്ത് വെച്ചേക്കുക. എന്താണ്? സിന്തസിസ് ഓഫ് ദി സോഷ്യൽ സയൻസസ്. ഈ ഒരു സ്കൂളുകാർ അഭിപ്രായപ്പെടുന്നത് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു പ്യുവർ സയൻസ് ആയിട്ടല്ല കൺസിഡർ ചെയ്യേണ്ടത്, പകരം ഒരു ജനറൽ സയൻസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോർമലിസ്റ്റിക് സ്കൂൾ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു സോഷ്യോളജിയെ അവരെന്തായിട്ടാണ് ഒരു പ്യുവർ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഡിസിപ്ലിനായിട്ട് അല്ലെങ്കിൽ സയൻസ് ആയിട്ട് കാണണം എന്നാണ് അഭിപ്രായപ്പെട്ടിരുന്നത്. ആയിരിക്കാണ് സീമലും മറ്റ് പ്രൊപ്പോണൻസും ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ജനറൽ സയൻസ് ആയിട്ട് കാണണം, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ഇൻക്ലൂസീവായിട്ട് കാണണം, മറ്റ് സോഷ്യൽ സയൻസുമായിട്ട് ലിങ്ക് ചെയ്ത് അത് ഇൻ്റർ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരു എൻസൈക്ലോപ്പീഡിയ അല്ലെന്നുണ്ടെങ്കിൽ ഇൻക്ലൂസീവായിട്ട് കാണണം, ഒരു ജനറൽ സയൻസ് ആയിട്ട് കാണണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു സ്കൂളിൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് തന്നെ സോഷ്യൽ ലൈഫിൻ്റെ ഡിഫറെൻ്റ് ആസ്പെക്റ്റുകൾ ഇൻ്റർ റിലേറ്റഡ് ആണ്. മറ്റുള്ള എക്കണോമി, ഞാൻ പറഞ്ഞിരുന്ന പോലെ എക്കണോമി, പോളിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സോഷ്യൽ ലൈഫിൽ, അല്ലേ? ഒരിക്കലും സോഷ്യോളജി ഒരു ഡിസിപ്ലിൻ ഇങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്, എല്ലാ ആസ്പെക്റ്റുകളും വരുന്നുണ്ട് ഒരു സോഷ്യൽ ലൈഫിന്. അപ്പോൾ സോഷ്യൽ ലൈഫിനെ പഠിക്കുന്ന ഒരു ഡിസിപ്ലിൻ ആയതുകൊണ്ട് തന്നെ സോഷ്യോളജി എന്നാണ് ഒരു ജനറൽ സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നാണ് ഈ സ്കൂൾ ഓഫ് തോട്ടുകാർ അഭിപ്രായപ്പെടുന്നത്. ഈ സ്കൂൾ ഓഫ് തോട്ടിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? എമൈൽ ദുർഖെയിം വരുന്നുണ്ട്, ഹോപ്പ് ഹൗസ് വരുന്നുണ്ട്, സൊറോക്കിൻ വരുന്നുണ്ട്, മോറിസ് ഗിൻസ്ബർഗ് വരുന്നുണ്ട്. ഇതുകൂടാതെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, കാൾ മാൻഹെയിമും ഉണ്ട്. അതുകൂടി ആ പേരുകൂടി ഒന്ന് നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക. ആരൊക്കെയാണ്? ദുർഖെയിം വരുന്നുണ്ട്, ഹോപ്പ് ഹൗസ് വരുന്നുണ്ട്, സൊറോക്കിൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗിൻസ്ബർഗ് വരുന്നുണ്ട്, മോറിസ് ഗിൻസ്ബർഗ്. ഇത്രയും പേരുടെ പേരൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വച്ചേക്കുക. സിന്തറ്റിക് സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോളിസ്റ്റിക് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ടു സോഷ്യോളജി എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു ഹോളിസ്റ്റിക് അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. ഇതിൽ വരുന്ന സ്കോളേഴ്സ് ആരൊക്കെയാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ. ഇവർ ആർഗ്യൂ ചെയ്തതെന്ന് വെച്ചാൽ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് സിസ്റ്റമായിട്ട് തന്നെയാണ് പഠിക്കാൻ പറ്റുന്നതെന്നും അതിന് ഇൻ്റർ കണക്റ്റഡ് പാർട്സ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഫോക്കസ്, ആ ഒരു സ്റ്റഡി ഓഫ് ഫോക്കസ് എന്തായിരിക്കണം? ഈ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇൻ്റർഡിപ്പെൻഡൻസീസിനും അതുപോലെ തന്നെ വേരിയസ് സോഷ്യൽ എലമെൻസിൻ്റെയൊക്കെ ബന്ധങ്ങളൊക്കെ പഠിക്കുന്ന ഒരു ശാഖയാണ് സോഷ്യോളജി എന്നാണ് പറയുന്നത്. അപ്പോൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഒരു ഹോളിസ്റ്റിക് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് സോഷ്യോളജി ഫോളോ ചെയ്യേണ്ടതെന്നാണ് ഇവർ പറയുന്നത്. This approach encourages the synthesis of knowledge from different specialized field to gain a comprehensive understanding of society എന്ന് നമുക്ക് പറയാം. അപ്പം ഡിഫറെൻറ്റ് ഫീൽഡുകളിൽ നിന്നുമുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫീൽഡുകളിൽ നിന്നുമുള്ള നോളജ് കൂട്ടിച്ചേർത്ത് കൊണ്ടുവരുമ്പോഴാണ് എന്താണ് സോഷ്യോളജി കുറച്ചുകൂടി നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ച് ഇങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോരുത്തരുടെയും വ്യൂ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ദുർഖി. അപ്പോൾ ഇദ്ദേഹം സോഷ്യോളജിക്ക് ഡിവിഷനുകൾ പറഞ്ഞിട്ടുണ്ട്. 3 മെയിൻ ഡിവിഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ ബോൾഡാക്കി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മോർഫോളജി, പിന്നെ പറയുന്നത് സോഷ്യൽ ഫിസിയോളജി, പിന്നെ ജനറൽ സോഷ്യോളജി. ഈ 3 ഡിവിഷൻസും ഒന്ന് പഠിക്കുക. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം, അതുകൊണ്ട് ഈ 3 ഡിവിഷൻസും ഒന്ന് പഠിക്കുക. വളരെ എളുപ്പമാണ്. പേരുകൾ, ആ ഒരു കീവേഡ്സ് ഓർത്ത് വെച്ചേക്കുക. സോഷ്യൽ മോർഫോളജി എന്ന കീവേഡ് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ സോഷ്യൽ ഫിസിയോളജി, ദെൻ ജനറൽ സോഷ്യോളജി. ഇപ്പോൾ സോഷ്യൽ മോർഫോളജി എന്താണെന്ന് വെച്ചാൽ ഒരു മോർഫോളജിക്കൽ അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ടെറിട്ടോറിയൽ ബേസിസിൽ ആൾക്കാരുടെ ജീവിതം പഠിക്കുക എന്നുണ്ടെങ്കിൽ അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്, മറ്റ് പ്രോബ്ലംസ് ഓഫ് ദ പോപ്പുലേഷൻ, അതായത് ഇപ്പോൾ
ഡെൻസിറ്റി അല്ലെങ്കിൽ ലോക്കൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ആ ഒരു പോപ്പുലേഷൻ്റെ സൈസ് എന്താണ്, എന്തൊക്കെ പ്രോബ്ലംസ് നിലനിൽക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അപ്പം ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ബേസിസിൽ ആൾക്കാരുടെ ജീവിതം പഠിക്കുക എന്നുള്ളതാണ് സോഷ്യൽ മോർഫോളജിയുടെ ആ ഒരു ടൈറ്റിൽ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം സിമ്പിളാണ്. എന്താണ് ടെറിട്ടോറിയൽ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ബേസിസിൽ ആൾക്കാരുടെ ജീവിതം പഠിക്കുക, മറ്റ് സോഷ്യൽ ഓർഗനൈസേഷൻസുമായിട്ടുള്ള ബന്ധം പഠിക്കുക, പോപ്പുലേഷൻ്റെ വിവിധ തരത്തിലുള്ള ആസ്പെക്റ്റുകളായിട്ടുള്ള സൈസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി തുടങ്ങിയിട്ടുള്ളവ പഠിക്കുക, പ്രോബ്ലംസ് പഠിക്കുക. ഇതെല്ലാമാണ് സോഷ്യൽ മോർഫോളജി കൊണ്ട് ദുർക്കിയും ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് സോഷ്യൽ ഫിസിയോളജിയാണ് പറയുന്നത്. സോഷ്യൽ ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ്. സോഷ്യോളജിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോഷ്യോളജി ഓഫ് റിലീജിയൻ അല്ലെങ്കിൽ സോഷ്യോളജി ഓഫ് ലോ, സോഷ്യോളജി ഓഫ് മോറൽസ്, എക്കണോമിക് ലൈഫ് അല്ലെങ്കിൽ സോഷ്യോളജി ഓഫ് ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞ ഡിഫറെൻറ്റ് ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ അതിനെയാണ് സോഷ്യൽ ഫിസിയോളജി എന്ന് പറയുന്നത്. These branches deal with a set of social fact, that is activities related to the different social groups. അപ്പം നമ്മൾ സോഷ്യോളജി പഠിക്കുമ്പോഴത്തേക്ക് വളരെ വാസ്തവായിട്ട് പഠിക്കുന്നൊരു ടേമാണ് ഈ സോഷ്യൽ ഫാക്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത്. സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ജനറലി നമ്മൾ ഗ്രൂപ്പുകളെ പറയാറില്ലേ, സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പുകൾ. അത് തന്നെ പലതരത്തിലുണ്ട്, പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന കുറേ കണ്ടീഷൻസും കുറേ കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങളും തലമുറയായി കൈമാറി വരുന്ന കുറേ കസ്റ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെയാണ് സോഷ്യൽ ഫാക്റ്റുകൾ എന്ന് നമുക്ക് സിമ്പിളി ആയിട്ട് പറയാം. അപ്പോൾ സോഷ്യോളജി പഠിക്കാത്തൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിപ്പോൾ പറഞ്ഞത്. സോഷ്യൽ ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, എക്സ്റ്റേണലായിട്ട് വരുന്നൊരു സംഗതിയാണെന്നൊക്കെ നമ്മൾ കുറേ പഠിക്കും. അപ്പോൾ ഇത്രയും കാര്യം തൽക്കാലം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, മനസ്സിലേക്ക് ഓടി വരാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. നമ്മൾ ഫോളോ ചെയ്തു വരുന്ന കുറേ കൾച്ചറും കസ്റ്റംസും നോംസും നമ്മൾ ഫോളോ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനെല്ലാം നമുക്ക് ഈ സോഷ്യൽ ഫാക്റ്റ് എന്ന് പറയാം. സൊസൈറ്റിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സെറ്റ് ഓഫ് കാര്യങ്ങൾ, സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ നോംസ്, അതെല്ലാം. ആൻഡ് സോഷ്യൽ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആക്ടിവിറ്റീസും ഇതെല്ലാം ഡീൽ ചെയ്യുന്നതാണ് ഈ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു സോഷ്യൽ ഫാക്റ്റുകളാണ്. ഇപ്പോൾ സോഷ്യോളജി ഓഫ് റിലീജിയന് കീഴിൽ കുറേയധികം കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്രാഞ്ചസുകളെല്ലാം എന്ത് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്, സൊസൈറ്റിയുടെ പല പല കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അതായത് സെറ്റ് ഓഫ് സോഷ്യൽ ഫാക്റ്റുകൾ ഈ ബ്രാഞ്ചസിൻ്റെ കീഴിലാണ് വരുന്നത്. ഇനി പറയുന്ന ജനറൽ സോഷ്യോളജി ഡിസ്കവേഴ്സ് ദ ജനറൽ ക്യാരക്ടർ ഓഫ് ദീസ് സോഷ്യൽ ഫാക്ട്സ്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഡീൽ ചെയ്യുന്നതാണ് ജനറൽ സോഷ്യോളജി. ഫിലോസഫിക്കലായിട്ടുള്ള സോഷ്യോളജിയുടെ പാർട്ടുകളാണ് ജനറൽ സോഷ്യോളജിയിൽ വരുന്നത്. അതായത് ജനറൽ ലോസുകളില്ലേ, ഇത് ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി എന്ന് പറയാം, ജനറൽ സോഷ്യോളജിയാണ്. ഇപ്പം ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച 3 കാര്യങ്ങൾ? സോഷ്യൽ മോർഫോളജി, അതുപോലെ സോഷ്യൽ ഫിസിയോളജി, ജനറൽ സോഷ്യോളജി. ഇനി ഓരോരുത്തരുടെ വ്യൂ നമ്മൾ പറയുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി, ആ കീ പോയിൻറ്റ്സ് മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. സൊറോക്കിൻ്റെ വ്യൂ പറയുന്നുണ്ട്, ഹോപ്പ് ഹൗസിൻ്റെ വ്യൂ പറയുന്നുണ്ട്, ഗിൻസ്ബർഗിൻ്റെ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഗിൻസ്ബർഗിൻ്റെയും അതുപോലെ തന്നെ ദുർക്കീമിൻ്റെയാണ്. പിന്നെ സൊറോക്കിൻ്റെയും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കൂ. കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിൻറ്റുകൾ അതിലും വരുന്നുണ്ട്. സോഷ്യൽ ആൻഡ് നോൺ സോഷ്യൽ എന്ന് പറയുന്ന ടേംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ ചോദിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സൊറോക്കിൻ്റെ വ്യൂവിൽ എന്താണ് പറയുന്നത്? സബ്ജക്ട് മാറ്റർ ഓഫ് സോഷ്യോളജി ഇൻക്ലൂഡ്സ് ദ സ്റ്റഡി ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ ഫിനോമിന, സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ ആൻഡ് നോൺ സോഷ്യൽ, ആൻഡ് ദ സ്റ്റഡി ഓഫ് ജനറൽ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ഫിനോമിന. ഈ പോയിന്റ് മാത്രം ഓർത്താൽ മതി. സോഷ്യൽ ആൻഡ് നോൺ സോഷ്യൽ അല്ലേ, അപ്പം 2 വേർതിരിവുകളുണ്ട്, സോഷ്യൽ ആൻഡ് നോൺ സോഷ്യൽ. ഇതിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പും അതുപോലെ ജനറൽ ഫീച്ചേഴ്സും ഒക്കെ പറയുന്ന ഒരു വ്യൂ ആണ് സൊറോക്കിൻ്റേത്. ഓക്കെ, ഇനി ഹോപ്പ് ഹൗസിൻ്റെ വ്യൂ ആണെന്നുണ്ടെങ്കിൽ, അക്കോർഡിംഗ് ടു ഹോപ്പ് ഹൗസ് എ സോഷ്യോളജിസ്റ്റ് ഷുഡ് സ്റ്റഡി ദ സോഷ്യൽ ഫീൽഡിനെ പഠിക്കുക. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, he should try to interconnect the results discovered by different social sciences, keeping in mind the interconnections of social relations. And സെക്കൻഡ് പറയുന്നത് ഡിഫറെൻറ്റ് സോഷ്യൽ സയൻസ് ഡിസ്കവർ ചെയ്ത റിസൾട്ടുമായിട്ട് ഈ
റിസൾട്ടിനെ എന്ത് ചെയ്യുക, ഈ ഒരു പഠനത്തെ, ആദ്യം നടത്തിയ പഠനത്തെ ഇൻ്റർകണക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം സോഷ്യോളജിസ്റ്റ് ഒരു പഠനം നടത്തുക, സോഷ്യൽ ഫീൽഡിൽ ഒരു പഠനം നടത്തുക. അപ്പം ആ പഠനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനെ ഇൻ്റർകണക്ട് ചെയ്യുക എന്തായിട്ടാണ്, മറ്റ് ഡിഫറെൻറ്റ് സോഷ്യൽ സയൻസിൻ്റെ റിസൾട്ടുമായിട്ട്, അവിടെ നടന്നിട്ടുള്ളതുമായിട്ട് ഇൻ്റർകണക്ട് ചെയ്യുക. മൂന്നാമത് ആയിട്ട് പറയുന്നത് ഹീ ഷുഡ് ഇൻ്റർപ്രറ്റ് ദ സോഷ്യൽ ലൈഫ് ആസ് എ ഹോൾ. അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് സോഷ്യൽ ലൈഫിനെ ഒരു മൊത്തമായിട്ട്, ഒരു ഹോളായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇതാണ് ആര് പറയുന്നത്, ഹോപ്പ് ഹൗസ് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ആളാണ് ജിൻസ്ബർഗ്. ഇദ്ദേഹത്തിൻ്റെ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ദുർക്കീമിനെ പഠിച്ചപ്പോഴത്തേക്ക് പറഞ്ഞില്ലേ, സോഷ്യൽ മോർഫോളജി, അതുപോലെ തന്നെ ജനറൽ സോഷ്യോളജി, സോഷ്യൽ ഫിസിയോളജി. ഇത് കണക്ക് തന്നെ ഇദ്ദേഹം 4 കാര്യങ്ങളാണ് പറയുന്നത്: സോഷ്യൽ മോർഫോളജി, സോഷ്യൽ കൺട്രോൾ, സോഷ്യൽ പ്രോസസ്സസ് ആൻഡ് സോഷ്യൽ പെത്തോളജി. സോഷ്യൽ മോർഫോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ ആൻഡ് സ്റ്റഡീസ് ദ സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ ഗ്രൂപ്പ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അല്ലെ, ടെറിട്ടോറിയൽ ബേസിൽ ഉള്ള കാര്യങ്ങളാണ്. നേരത്തെ നമ്മൾ ദുർഖീമിൻ്റെ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. പിന്നെ സോഷ്യൽ കൺട്രോൾ ആണ് ഇവിടെ രണ്ടാമത് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്. സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് സ്റ്റഡീസ് ദ മെക്കാനിസം ഓഫ് കൺട്രോൾ എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. അതായത് പലതരത്തിൽ സൊസൈറ്റിയിൽ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും. അത് ഫോർമൽ ആകാം, അല്ലെന്നുണ്ടെങ്കിൽ ഇൻഫോർമൽ ആകാം. ഇൻഫോർമൽ ആയിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന കസ്റ്റംസും ട്രഡീഷൻസും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൺവെൻഷൻസും ഒക്കെ എന്താണ്, ഇൻഫോർമൽ ആയിട്ട് ഉള്ള രീതിയിൽ സൊസൈറ്റിയിലുള്ള ഒരു തരത്തിലുള്ള കൺട്രോളാണ്. ഇത് കൂടാതെ പോലീസ്, കോർട്ട്, ലോ, അങ്ങനെ ഫോർമൽ ആയിട്ടുള്ള വേസിലും കൺട്രോൾ സൊസൈറ്റിയിലുണ്ട്. അപ്പം ഇറ്റ് ഡീൽസ് വിത്ത് ദ റെഗുലേറ്ററി അതോറിറ്റീസ് ആൻഡ് ഏജൻസീസ് ഓഫ് സൊസൈറ്റിയിലെ. അപ്പോൾ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു റെഗുലേറ്ററി അതോറിറ്റിയുമായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയിലെ റെഗുലേഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരിതാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ അടുത്തതായിട്ട് പറയുന്നത് സോഷ്യൽ പ്രോസസ്സാണ്. ഓക്കെ, സോഷ്യൽ പ്രോസസ്സ് പറയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. ഇതും ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ടോപ്പിക്കിൽ നമ്മുടെ പ്രൊബേഷൻ ഓഫീസർ എക്സാമിൻ്റെ സിലബസിൽ സോഷ്യൽ പ്രോസസ്സ് നമുക്ക് എടുത്ത് പഠിക്കാനുണ്ട്. കോപ്പറേഷൻ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ അക്കോമഡേഷനും ഐസൊലേഷനും ഇൻ്റഗ്രേഷനും ഒക്കെ പറഞ്ഞിട്ട് കുറേ ടേംസ് നമ്മളിതിൽ പഠിക്കും. അപ്പോൾ ഇപ്പം എന്താണെന്ന് നോക്കണ്ട, ഈ ജസ്റ്റ് ഈ ടേംസ് മാത്രം നോക്കുക. ഇപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, കോപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അറിയാം, കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാലും നമുക്കറിയാം, ജനറലായിട്ട് പറയുകയാണെങ്കിൽ അറിയാം. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിനെ അക്കോമഡേറ്റ് ചെയ്യുക, ആ ഒരു മീനിങ് തന്നെയാണ് വരുന്നത്. അസിമിലേഷൻ, അതുപോലത്തെ ഐസൊലേഷൻ, ദെൻ ഇൻ്റഗ്രേഷൻ, ആ വാക്കുകളുടെ മീനിങ് തന്നെയാണ് വരുന്നത്. സോഷ്യോളജിയിൽ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നേ ഉള്ളൂ. തൽക്കാലം ഈ ഒരു വാക്കിൻ്റെ മീനിങ് തന്നെയാണ് ഇതിന് സോഷ്യോളജിയിലും പറഞ്ഞു വരുന്നത്. ഒക്കെ ഇത്തരത്തിലുള്ള സോഷ്യൽ പ്രോസസ്സുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ഡിസിപ്ലിനാണ് സോഷ്യോളജി എന്നാണ് ആര് പറയുന്നത്, ഗിൻസ്ബർഗിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ദെൻ സോഷ്യൽ പെത്തോളജി എന്ന് പറയുമ്പം പെത്തോളജി ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ല, എന്തോ സോഷ്യൽ പ്രോബ്ലംസിനെയൊക്കെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ്. അപ്പം സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ധാരാളം പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഇപ്പോൾ ബെഗറി പോലെയോ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ പോവർട്ടി, ഓവർ പോപ്പുലേഷൻ, ഇതൊക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസാണ് സൊസൈറ്റിയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസിനെ പഠിക്കുന്നതാണ് സോഷ്യൽ പാത്തോളജി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗിൻസ്ബർഗ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? സോഷ്യൽ മോർഫോളജി, ദെൻ സോഷ്യൽ കൺട്രോൾ, സോഷ്യൽ പ്രോസസ്സസ്, സോഷ്യൽ പാത്തോളജി. ഹോപ്പ് ഹൗസ് പറഞ്ഞ 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ആദ്യം ഫീൽഡിൽ ഒരു പഠനം നടക്കുന്നു, പിന്നെ സോഷ്യൽ സയൻസിൽ നിന്നും ഉള്ള പഠനങ്ങളുടെ ആ ഒരു റിസൾട്ടും ഇതും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഒരു ഹോളായിട്ട്, സോഷ്യൽ ലൈഫിനെ ഹോളായിട്ട് കാണുന്നു. സോറോക്കിൻ പറഞ്ഞതാണ് സോഷ്യൽ ആൻഡ് നോൺ സോഷ്യൽ, ആ ഒരു റിലേഷൻഷിപ്പ് പഠിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞു ദുർഖീമിൻ്റെത്, അതും സോഷ്യൽ മോർഫോളജിയാണ്. ദെൻ സോഷ്യൽ ഫിസിയോളജി അറിയാലോ, ബ്രാഞ്ചസിനെ കുറിച്ചാണ് പറഞ്ഞത്. ജനറൽ സോഷ്യോളജി പറഞ്ഞു, അതെന്താണ്? ജനറൽ ലോസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ 2 സ്കൂൾസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫോർമലിസ്റ്റിക് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിക് സ്കൂളിലെ ആൾക്കാരെയും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അതുപോലെ തന്നെ സിന്തറ്റിക് സ്കൂൾ ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തൊരു ടോപ്പിക്ക് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.